140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യനയത്തിലും മദ്യനികുതിയിലും നിലപാട് വ്യക്തമാക്കി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്ത്. വീണ വിജയന് കരാർ ലഭിച്ചതെങ്ങനെ? അന്വേഷണം ഒന്നാം പിണറായി സർക്കാരിലേക്കും വ്യാപിപ്പിക്കാൻ ഇ ഡി. കേരള ഇനി കേരളമാകും. ഔദ്യോഗിക നാമമാറ്റ ബില്ലിൽ ജൂലൈ 1 നിയമസഭയിൽ പ്രത്യേക ചർച്ച. ഗവർണർ സർക്കാർ പോര് വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥി കുടിയേറ്റവും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ല. പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മദ്യനയത്തിലും മദ്യനികുതിയിലും നിലപാട് വ്യക്തമാക്കി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്ത്. മദ്യനികുതിയിലും സംസ്ഥാനത്തിന്റെ മദ്യനയത്തിലും നിലപാട് കടുപ്പിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തി. മുന്നണിയിലും പാർട്ടിയിലും വിശദമായ ചർച്ചകൾ പൂർത്തിയാക്കാതെ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാകില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സമൂഹത്തിലുള്ള മദ്യപാനികൾക്ക് വീര്യം കുറഞ്ഞതും ഗുണനിലവാരമുള്ളതുമായ മദ്യം നൽകുന്നത് ലഹരിയുടെ ആഘാതം കുറയ്ക്കാനാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഘട്ടം ഘട്ടമായി മദ്യനിരോധനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും VM സുധീരന്റെ പരസ്യ പ്രതികരണങ്ങളിൽ KPCC ആണ് തീരുമാനം എടുക്കേണ്ടതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്ക് മദ്യം നൽകുന്ന നിയമലംഘകർക്കെതിരെ സർക്കാർ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. വീണ വിജയന് കരാർ ലഭിച്ചതെങ്ങനെ? അന്വേഷണം ഒന്നാം പിണറായി സർക്കാരിലേക്കും വ്യാപിപ്പിക്കാൻ ഇ ഡി. CMRL എക്സാലോജി കേസിൽ അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കഴിഞ്ഞ ദിവസം 9 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിൽ നിന്നും മൊഴികളിൽ കടുത്ത പൊരുത്തക്കേടുകൾ ഉള്ളതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. CMRL നിന്ന് കൈപ്പറ്റിയ 2.78 കോടി രൂപ എന്തിനാണ് വിനിയോഗിച്ചതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും അതിന്റെ പ്രത്യുപകാരമാണോ ഈ കരാർ എന്നും ഇ ഡി പരിശോധിക്കും. ഇതേ തുടർന്ന് വീണ വിജയന്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അടുത്ത ആഴ്ച വീണ്ടും നടക്കാനിരിക്കുന്ന ചോദ്യം ചെയ്യലിൽ അന്വേഷണം ഉണ്ടാകും. കേരള ഇനി കേരളം ആകും. ഔദ്യോഗിക നാമമാറ്റ ബില്ലിൽ ജൂലൈ 1 നിയമസഭയിൽ പ്രത്യേക ചർച്ച. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിനു പകരം കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള നിർണായക നടപടികൾ ആരംഭിച്ചു. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട അഭിപ്രായം തേടി രാഷ്ട്രപതി അയച്ച കരട് ബില്ലിൽ കേരള നിയമസഭ ജൂലൈ 1 2 മണിക്കൂർ പ്രത്യേക ചർച്ച നടത്തും. മാറ്റം പ്രാബല്യത്തിൽ വരുന്നതോടെ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളുടെയും നിയമസഭകളുടെയും പേര് കേരളം എന്നായി മാറും. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തുന്നതിനായി കേരള ബിൽ 2026 ഓൾട്ടറേഷൻ ഓഫ് നെയിം എന്ന പേരിലാണ് കേന്ദ്രം ബിൽ അവതരിപ്പിക്കുന്നത്. ഈ ചരിത്രപരമായ പേരുമാറ്റത്തോടെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൂർണ്ണ യോജിപ്പിലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗവർണർ സർക്കാർ പോര് വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥി കുടിയേറ്റവും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അക്കാഡമികവും രാഷ്ട്രീയവുമായ കടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതായി റിപ്പോർട്ട്. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തുടർച്ചയായ തർക്കങ്ങളും വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥി കുടിയേറ്റവും ഈ രംഗത്തെ നിശ്ചലമാക്കുന്നു. എന്നാൽ NAC AA+ റാങ്കോടെ കേരള MG സർവകലാശാലകൾ മികവ് തെളിയിച്ചിട്ടുണ്ടെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു. കൂടാതെ രാജ്യത്തെ മികച്ച 300 കോളേജുകളുടെ NIRF റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നുള്ള 74 സ്ഥാപനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. 4 വർഷ ബിരുദ കോഴ്സുകളും ഏകീകൃത അക്കാഡമിക് കലണ്ടറും നടപ്പാക്കിയിട്ടും വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം തടയാൻ സാധിക്കാത്തത് ആശങ്കയുണർത്തുന്നു. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ല. പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ലഹരി വ്യാപനവും വിൽപ്പനയും അവസാനിപ്പിക്കാൻ ശക്തമായ നടപടികളുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി.
ലഹരി പദാർത്ഥങ്ങളുടെ ഏജന്റുമാരായി മാറുന്നവർക്കെതിരെ കാപ്പ ചുമത്തുമെന്നും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ലഹരി വേട്ടയ്ക്കായുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ഇതുവരെ 3790 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 4070 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ലക്ഷ്യമിട്ട് വർണ്ണക്കടലാസുകളിൽ ലഹരി മിഠായികൾ വിതരണം ചെയ്യുന്ന വൻ സംഘത്തെ കാസർഗോഡ് മേൽപ്പറമ്പിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി മുക്തമാക്കലിന്റെ മൂന്നാം ഘട്ടമായി വിപുലമായ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളും സ്കൂളുകളിലും സൈക്കാട്രിസ്റ്റുകളുടെ സേവനവും ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.